ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി ടെയിൽ ടോക്സ്. നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ അസർബൈജാൻ ടൂറ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അസർബൈജാൻ ടൂർ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഫയർ ടെമ്പിൾ, ഫയർ മൗണ്ടൻ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ പോകുന്നുണ്ട്. നിസാമി സ്ട്രീറ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. ഇന്ന് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ ബാക്കിൽ ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ മുഴുവനും നമ്മുടെ ഇന്റൽ മണി ടീമാണ്. നമ്മളുടെ ഈ ടൂർ ഇന്റൽ മണിയുടെ ആണെന്ന് നിങ്ങൾക്കറിയാം. സോ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വരണ പോലെ നടക്കും. എനിക്ക് വേണ്ടി ക്യാമറ ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തം ശ്യാമിനെ കൂടി ഇന്ന് കാണിച്ചേക്കാം. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ശ്യാം, ശ്രീരജിതയുടെ ഹസ്ബൻഡാണ്. താങ്ക് യു ശ്യാം. അപ്പൊ നമുക്ക് നടന്നാലോ? എല്ലാവർക്കും പോയാലോ? റെഡിയല്ലേ? സെറ്റല്ലേ? മാത്രം ഇത് ഞങ്ങളുടെ സ്വന്തം ദേവരാജൻ ചേട്ടൻ, രാജ് ചേട്ടൻ, ഇവരെല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നമ്മളുടെ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രീകുമാർ സാറുണ്ട്. ഇത് കേട്ടപ്പോൾ ശ്രീകുമാർ സാർ നിന്നു ചിരിച്ചു. ഭാര്യയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മൗണ്ടനിലെത്തി. ഫയർ മൗണ്ടനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, അടിപൊളിയാണ് കേട്ടോ. നടക്കാനുണ്ടേ. നമ്മൾ ഫയർ മൗണ്ടൻ കാണണമെങ്കിൽ ഇതുപോലെ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എൻട്രി ചെയ്യാം. അകത്തേക്ക് ഓരോ ടിക്കറ്റ് എടുത്ത് ഫയർ മൗണ്ടനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കത്തിക്കൊണ്ടിരിക്കണ്ട. ആക്ച്വലി ഇതാണ് ഫയർ മൗണ്ടൻ. ഇതിങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മഴയായാലും വെയിലായാലും എപ്പോഴും ഇത് കത്തിക്കൊണ്ടിരിക്കും. അതൊരു സംഭവം തന്നെയാണ്, കാരണം നാച്ചുറൽ ഫയർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെ അടുത്തെത്തുമ്പോൾ തന്നെ ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അതിൽ ആൾക്കാർ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പൈസയൊക്കെ ഇട്ടിട്ട് അതിനെ വേറെ രീതിയിലേക്ക്, ഇതാ പൈസയൊക്കെ ഇട്ട് അതിനെ ആൾക്കാരെ. അല്ലല്ല, ഇനി പറയാൻ പറ്റില്ല. ഈ 50 വയസ്സ് 20 വയസ്സ് നല്ല ചൂടാ, ഹെവി ചൂട്. ഇതാ ഇവിടെ തന്നെ ചൂട്. ആക്ച്വലി ഈ ഫയർ എന്ന് പറയണത് ഒരു മെത്തോൺ ഗ്യാസ് ആണ്, പിന്നെ നാച്ചുറലാണ്. 2000 വർഷത്തിന് മുകളിലായിട്ട് ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഒക്കെ ഇത് കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഫുഡുണ്ട്. ആദ്യത്തെ സമയത്തൊക്കെ ആൾക്കാർ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു കുക്ക് ചെയ്യാൻ പാടില്ല, കാരണം അത് വിഷമാണ്, പോയിസണാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് ഇവർ കൊണ്ടുനടക്കണം. ബേണിംഗ് മൗണ്ടൻ എന്നാണ് ഇവർ പറയണത്. നല്ല രസമുള്ളൊരു വ്യൂ. ആ വണ്ടിയിൽ വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോവാം. ഇവരിവിടെ ഒരു ആംഫി തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇരുന്നിങ്ങനെ കാണാനും ചില സമയങ്ങളിൽ ഇവിടെ ഷോ ഒക്കെ ആയിട്ട് നടക്കാറുണ്ട് തോന്നും. ഇതിൻ്റെ അടിയിലാണ് ആ ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്ന് നോക്കണുണ്ടോ, ഇതുപോലെ വന്ന് ആൾക്കാർ, അതൊക്കെ ഒരു രസമാണ്. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് ഈ ഫയർ ടെമ്പിളിൻ്റെയും ഫയർ മൗണ്ടൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ഹിസ്റ്ററി അവരിവിടെ ഒരു എക്സിബിഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്ന് കയറി ഇതൊക്കെ കാണാം. അതിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ്, ഇത് എത്ര വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു, ഈ ഫയർ നാച്ചുറലായിട്ട് എങ്ങനെയാണ് കത്തിയത്, അങ്ങനെയുള്ള. അപ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഫയർ മൗണ്ടനും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ കംപ്ലീറ്റ് ഗ്യാസ് ഉള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ ഗ്യാസ് പ്രൈവറ്റ് കമ്പനി മീൻസ് എല്ലാം ഗവൺമെൻറ് ഇതിൽ വരുന്നതാണ്. ഗ്യാസ് എടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൈപ്പും കാര്യങ്ങളും. സോ അങ്ങനെയുള്ളതാണ്. പിന്നെ അതേപോലെ വെറൈറ്റി ആയിരുന്നത് ഈ കാണുന്ന ഒരു ഷാഡോ. അതൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് ഭയങ്കര ഒരു അടിപൊളിയാണ്. ഒരു ഷാഡോ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ നമ്മളുടെ ഒരു ഷാഡോ കാണും. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു. അവരുടെ രസകരമായിട്ട് ഡാൻസ് കളിച്ചും പല രീതിയിലുള്ള എൻജോയ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും പരീക്ഷിക്കാവുന്നതും ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ടൂറിസം വളർത്തിയെടുക്കേണ്ടത്. രസകരമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മളുടെ സ്വന്തം ഫയർ ടെമ്പിളിലേക്ക് എത്തി. ഫയർ ടെമ്പിൾ ഞങ്ങളും യെസ്, ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒരുമിച്ച് ഫയർ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ
ഇതൊരു അടിപൊളി സംഭവമാണ്. ഒരു ടെമ്പിളിൻ്റെ അകത്ത് ഇങ്ങനെ ഫയർ കത്തിക്കൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ ഉണ്ടാക്കി കാണിക്കുന്നതാണല്ലേ. പക്ഷെ നല്ലൊരു ഫീലാണ്, അടിപൊളി. ഈ കാണുന്നതാണ് ഫയർ ടെമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിങ്ങനെ ഫയർ ഇങ്ങനെ തീ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കല്ലാണ്, അതാണ് ഏറ്റവും രസം. ഈ കല്ലിൻ്റെ ഇടയിലൂടെയാണ് ആ ഗ്യാസ് ഇങ്ങനെ വന്നിട്ട് അത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് സത്യത്തിൽ നാച്ചുറൽ ഗ്യാസ് അല്ല, പൈപ്പ് വെച്ചിട്ട് അവർ കത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം വരുന്നവർക്കെല്ലാം ആ കാണാനും വേണ്ടിയിട്ടൊക്കെ. ഇത് 17th or 18th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഇത് നമ്മളുടെ ഇന്ത്യൻസും അതുപോലെ തന്നെ ഈ ഹിന്ദുസ് ആൻഡ് സിഖ് അങ്ങനെയുള്ളവർ വന്നിട്ടാണ് സത്യത്തിൽ ഇതൊരു, കാരണം നമ്മൾക്കാണ്, ഇന്ത്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഈ ഫയർ വർഷിപ്പും പരിപാടികളൊക്കെ ഉള്ളത്. സോ അവരാണ് ഇത് ക്രിയേറ്റ് ചെയ്യണത്. കാരണം ഇങ്ങനെ ഒരു തീ കത്തുന്നു, അത് മഴയത്താണെങ്കിൽ വെയിലത്തും എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് അവരങ്ങനെ അതിനൊരു വർഷിപ്പ് വേർഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു ടെമ്പിളാക്കി അതിൻ്റെ ചുറ്റും പല പല റൂമുകളിലായിട്ട് അവരുടെ ബിസിനസ്സുകളും പല പരിപാടികളുമായിട്ടൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ ടെമ്പിളിൻ്റെ അകത്ത് പല പല റൂമുകളിൽ പല പല കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു റൂമിന് ശിവ റൂമെന്നും ഒരു റൂമിന് ഗണേശ റൂമെന്നും പേരൊക്കെ ഇട്ടിട്ട് അവിടെ അതിൻ്റെ അകത്ത് ശിവനും ഗണേശൻ്റെയൊക്കെ ഫോട്ടോയും ഇതെല്ലാം വച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 17th 18th സെഞ്ച്വറിയിലാണ്. കാരണം ഇതൊരു സിൽക്ക് റൂട്ടാണ്, ഈ അസർബൈജാൻ ബാക്കു സിൽക്ക് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പെട്ടെന്ന് അവിടെ എത്താനും ഒക്കെ സാധിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫയർ ടെമ്പിൾ ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ ഈ കാണുന്ന കുഴിയുണ്ടോ, ഇതിൻ്റെ അകത്ത് മുകളിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ ഒരു എക്സോസ്റ്റ് കണ്ടോ. ആ എക്സോസ്റ്റ് ഈ ഹാളിൻ്റെ അകത്തുനിന്നും ഗ്യാസ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ആരോടും അത് ചോദിക്കാൻ പറ്റിയില്ല. കാരണം അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റ് അവിടെ വെക്കേണ്ട കാര്യം വരുന്നില്ല, കാരണം അത്രയും ഗ്യാസ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നൊരു ഫസ്റ്റ് റൂമാണ്. ഈ റൂമിൻ്റെ അകത്ത് ഒരുപാട് ഇവരുടെ അന്നത്തെ പഴയ കാലഘട്ടത്തിലെ ആ കോസ്റ്റ്യൂംസ്, ഡ്രസ്സ്, അതെല്ലാം ഇപ്പോഴും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിളക്ക് കത്തിയിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ അകത്തു നിന്നാണ്. കാരണം ഈ ഗ്യാസിൻ്റെ വേറൊരു വേർഷനാണ്. ഇപ്പോൾ കാണുന്ന ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കണ്ടത്. പിന്നെ ഇത് നമ്മളുടെ അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ അസുഖം വന്ന് കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ പല ടൈപ്പ് റൂമുകളാണ് അവർ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന പല ടൈപ്പ് റൂമുകൾ നമുക്കവിടെ കാണാം. ഇവരിവിടെ കച്ചവടം ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുക, ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പല പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ നടരാജൻ, ഇതിങ്ങനെ ഇപ്പോൾ ഇത് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ചെയ്ത്, ഇതാണ് ശിവ റൂം സത്യത്തിൽ. ഇനി നമുക്ക് ഈ മോൾ എന്താ പറയണമെന്ന് കേൾക്കാം. പുള്ളിക്കാരി ഇതിനെക്കുറിച്ചാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇന്ത്യൻസ് ആണ് കൂടുതൽ ഹിന്ദുയിസം കൂടുതൽ, അവർക്കാണ് ഫയർ വർഷിപ്പ് ചെയ്യാൻ കൂടുതൽ എന്താണ്. അപ്പൊ അവിടുത്തെ ഡയറ്റീസും കുറെ ഹിന്ദുയിസ്റ്റ് അവരൊക്കെ അങ്ങോട്ടേക്ക്, അതായത് വാരണാസി അതുപോലെയുള്ള സ്ഥലത്തുനിന്ന് കൂടുതൽ ഭയങ്കര റിലീജിയസ് ആയവർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്യാപ്സിയൻ സീ വഴി. എന്നിട്ട് ഇവിടെയാണ് അവര് വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പം ഇന്ത്യൻസിന് അങ്ങനെയല്ലേ കൂടുതൽ ഫയർ കുറച്ചുകൂടി, കാരണം നമ്മുടെ അഗ്നിദേവൻ അല്ലെങ്കിൽ അത് അവരാണ് പിന്നെ കൂടുതൽ ഫയർ വേർഷിപ്പിന് ഗണേശനും ശിവനും ആയിട്ട്. അപ്പൊ അവരങ്ങനെ കണ്ടു ആ രണ്ട് ദൈവങ്ങളാണ്. അതാണ് ഇവര് രണ്ട് റൂംസ് ആക്കി അങ്ങനെ ആക്കി വെച്ചു. ഇന്ത്യൻ ഫയർ വർഷിപ്പ്. ഓക്കെ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നാച്ചുറൽ അല്ല, ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് വന്നിട്ട് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ആ പഴയ ഓർമ്മകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പല സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്യാസൊക്കെ അകത്തുനിന്ന് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മെഷീൻസിൻ്റെ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളും ഓരോ റൂമിലും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതിനേക്കാളും നിങ്ങൾ ഇവിടെ വന്ന് കാണണം. അതേപോലെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഏരിയയിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതുപോലെ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിരി അമ്പെയ്ത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ പുള്ളി കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ വിടണം, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. അത് അവരും ഭയങ്കര കൈയടിച്ച് പാസ്സാക്കി. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്, നമുക്ക് വന്നിട്ട് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ അങ്ങനെ എനിക്ക് പെട്ടെന്ന് എഴുതാൻ തോന്നിയത് എൻ്റെ സ്വന്തം ഡേവിഡ് ടെയിൽ ടോക്സ് എന്നാണ്. ഡേവിഡ് ടെയിൽ ടോക്സ് എന്ന് എഴുതി. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ, ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓർമ്മയോ വന്നപ്പോൾ പറയണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തു തരണം. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് ടെയിൽ ടോക്സ്.
ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്യാസ് എടുക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഗ്യാസുകൾ എടുക്കുന്ന സ്ഥലങ്ങളാണ്. പൈപ്പുകളൊക്കെ കാണാം. അതിനുശേഷം ഈ ഒരു ബിൽഡിംഗ് ഞങ്ങൾ സിറ്റിയുടെ അകത്തേക്ക് വന്നു. ഒരു 30 കിലോമീറ്റർ ദൂരെ കേട്ടോ ഈ ഫയർ ടെമ്പിളും ഇതെല്ലാം. അതിനുശേഷം വീണ്ടും ഞങ്ങൾ സിറ്റിയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ടീമുകളെല്ലാവരും ഇവിടെ എത്തി. Yeah, hi. Welcome. Thank you. Welcome. Hello. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രീമി ചിക്കനൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം. ലോക്കൽ ഫുഡാണ്, ടർക്കിഷ് ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു, സംഭവം കലക്കി. ഇനി ഞങ്ങൾ സിറ്റി ടൂറിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ചെറിയ ബുക്കുകളുള്ള ഒരു മ്യൂസിയമാണ്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഏറ്റവും ചെറിയ ബുക്കുകൾ വരെയുണ്ട്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന വരെ ഉള്ള ബുക്കുകളുള്ള ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറുന്നത്. അതൊരു രസകരമായിട്ടുള്ള അനുഭവമാണ്. ചെറിയ 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 തീരെ കുഞ്ഞ് ബുക്കുകൾ വരെയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ നോവൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. Smallest book in the world. That lens കണ്ടോ, ഞാൻ ഈ പറഞ്ഞ ബുക്കാണ്. ഒരു ഭൂതക്കണ്ണാടി, ഒരു കീ പോലെ കണ്ടോ, ഒരു ഭൂതക്കണ്ണാടി. അത് വെച്ച് നോക്കിയാലേ ആ ബുക്ക് കാണാൻ പറ്റും. അത്രയും ചെറിയ, ഈ വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ ബുക്കുള്ളൊരു സ്ഥലമാണ്. അത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നീട് നമ്മൾ നടന്നു വരുമ്പോൾ നമ്മളുടെ പഴയ ബാക്കു സിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിനെ അവരങ്ങനെ നിലനിർത്തിയിട്ട് ഇതിൻ്റെ അകത്തു കൂടെ ഇപ്പോൾ നമ്മളുടെ ടൂറിസ്റ്റുകൾക്ക് കാണാനും, അതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റുകളും അതുപോലെ കോഫി ഷോപ്പുകളും നമുക്ക് ചെറിയ ചെറിയ സൊവനീറുകൾ വാങ്ങിക്കാനുള്ള സ്ഥലങ്ങളും. ഈ ബാക്കു സിറ്റി ഒരു ഭയങ്കര റോയൽ ഫീലുള്ളൊരു സ്ഥലമാണ്. കാരണം അവിടുത്തെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻസ് ആയിക്കോട്ടെ, എല്ലാം റോയൽ ഫീലാണ്. ഇപ്പോൾ ഇത് കുറേ സൊവനീറുകൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സൊവനീറുകളും ഷോളുകളും അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. പിന്നീട് ഞങ്ങളൊരു അവിടുത്തെ ലോക്കൽ സ്വീറ്റായ ബക്ലാവ എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റാണ്. പ്രോപ്പർ തേനിൽ ഉണ്ടാക്കുന്നൊരു സ്വീറ്റാണ്. അത് ഈ ലോക്കൽ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. കുറേ സ്ഥലത്ത് കിട്ടുന്നുണ്ട്. അതൊക്കെ പഞ്ചസാരയിലാണ്. ഇത് അടിപൊളി സാധനമാണ്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു വന്നു കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും കാണാനും ഒക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള സ്ഥലമുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിൽ വന്ന് അവരുടെ അന്നത്തെ ദിവസം R&R ഇന്റൽ മണിയുടെ R&R ആയിരുന്നു. സോ ഇത്തവണത്തെ ട്രിപ്പിൽ ജിജിത് സാറും സുധീഷും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നമ്മളുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെ ഒരു വലിയൊരു നൈറ്റ് ക്ലബ്ബ് ഉണ്ട്. അത് നമ്മൾ മൊത്തത്തിലെടുത്തിരുന്നു. അവിടെ നമ്മൾ മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ അവിടെ നിന്ന് ജിജിത് സാർ ഓൺലൈൻ വന്നു. അതേപോലെ തന്നെ നമ്മൾ സുധീഷ് ഓൺലൈൻ വന്നു. ഇവരെല്ലാവരും വന്ന് സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മൾ അവിടെ വെച്ച് അവർക്ക് അവാർഡുകൾ നൽകി. പിന്നീട് അവിടെ നമ്മൾ ബെല്ലി ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ DJ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി അവർ ബ്ലാസ്റ്റ് ചെയ്ത ഒരു നൈറ്റായിരുന്നു ഈ ഒരു നൈറ്റ്. അങ്ങനെ അതിമനോഹരമായ ബാക്കുവിലെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ആ നൈറ്റും അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അതിനു മുമ്പ് ഈ ഹൈദരാലി മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാക്കുവിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ടൈം നമുക്കില്ല.
അങ്ങനെ നമ്മൾ ഹൈദരാലി മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ തിരിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് കിട്ടി, കറക്റ്റായിട്ട് ഞങ്ങൾ കയറി, ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. നേരെ ഞാൻ വന്നിട്ട് പിള്ളേരെയും കൊണ്ട് ഫാമിലിയും കൊണ്ട് ഞാനൊരു ട്രിപ്പാണ് പോണത്. ആ എപ്പിസോഡുകളായിരിക്കും നാളെ മുതൽ നിങ്ങൾക്ക് മുമ്പിലെത്തുക. ഈശ യോഗയിലെ രസകരമായിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. മൂന്നാറിലെ സ്റ്റേയും എല്ലാം അടിപൊളിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ്.